ശ്രീമാത്രേ നമഃ. എല്ലാവർക്കും ഐശ്വര്യസമ്പൂർണമായ ഒരു പുതുവർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ പുതുവർഷത്തിൽ 2 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യാൻ ശ്രമിക്കാം. ഒന്ന്, ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ഒരു സ്തുതി അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അർത്ഥമറിഞ്ഞ് ഉൾക്കൊണ്ട് സമർപ്പണ മനോഭാവത്തോടെ എന്നും ചെയ്യുക. രണ്ടാമത്തേത്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. എന്നും രാത്രിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ഉറങ്ങാൻ പോകുന്നത് ഒരു ശീലമാക്കുക. ഈ 2 കാര്യങ്ങളും നിർബന്ധമായും 100% ഫലത്തെ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. പ്രാർത്ഥനയോടെ ഈ പുതിയ വർഷത്തിൽ ദേവിയുടെ നാമങ്ങളിലേക്ക് ശ്രീ ലളിതാ പരമേശ്വരി എല്ലാവരിലും അനുഗ്രഹവർഷം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്കിന്ന് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവിയുടെ നിബിഡമായ തലമുടിയും കുരുവിന്ദ മണികളാൽ ശോഭിതമായ കിരീടത്തെയും കുറിച്ചാണ് കണ്ടത്. ഇനി നമുക്ക് അടുത്ത നാമം മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക. ആ നെറ്റിത്തടത്തിൽ നമ്മൾ എന്താ കാണുന്നത്? കസ്തൂരി കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ഒരു തിലകം. ദേവിയുടെ മുഖത്തെ ചന്ദ്രനോട് തുലനം ചെയ്യാമെങ്കിൽ ചന്ദ്രനിലെ കളങ്കത്തിൻ്റെ സ്ഥാനമാണ് ദേവിയുടെ കസ്തൂരി പൊട്ടിനുള്ളത്. കസ്തൂരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കസ്തൂരിമാനിൻ്റെ വയറ്റിൽ കസ്തൂരി ഉണ്ടാകുമ്പോൾ അതിൻ്റെ മണം പുറത്തുനിന്ന് വരുന്നുവെന്ന് വിചാരിച്ച് അത് പുറമേ അന്വേഷിച്ച് നടക്കും. തൻ്റെ ഉള്ളിലുള്ള ഗന്ധം പുറത്തന്വേഷിച്ചു നടക്കുന്നു. അതാണ് കസ്തൂരിമാൻ്റെ പ്രത്യേകത. നമ്മൾ ഓരോരുത്തരും ഇതുപോലെയാണ്. നമ്മുടെ ഉള്ളിലുള്ള സത്യത്തെ ഉള്ളിൽ വച്ചുകൊണ്ട് പുറത്ത് അന്വേഷിച്ച് നടക്കുന്നു. വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക. നെറ്റിത്തടത്തിൽ നിന്ന് താഴോട്ട് വന്നാൽ എന്താ കാണുക? 2 പുരികക്കൊടികൾ. കാമദേവന്റെ വില്ലുകളാണോ എന്ന് സംശയം തോന്നുന്ന 2 മനോഹരമായ പുരികക്കൊടികൾ. വദനസ്മരം, മുഖമാകുന്ന കാമദേവന്റെ വീടിന്റെ തോരണമാണോ എന്ന് സംശയിക്കപ്പെടുന്ന 2 പുരികക്കൊടികളാണ്. അതിമനോഹരമായ 2 പുരികക്കൊടികളാണ് നമ്മുടെ ഈ ദേവിക്കുള്ളത്. ശ്രീ ലളിതാ പരമേശ്വരി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.